ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറയുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വലിയ പ്രോബ്ലമാണ് ചെയ്തു തുടങ്ങിയത്. ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇത്രയും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റേറ്റുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം ആ ഒരു രണ്ട് പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിൽ ഇല്ലസ്ട്രേഷൻ 13 പേജ് നമ്പർ 3.86. ഓക്കെ, ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് എസ് ലിമിറ്റഡ് പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ലയബിലിറ്റി സൈഡ് ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഏതൊക്കെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കാൻ നേരത്തെ ഓപ്പണിംഗ് 3 lakh ഉണ്ടായിരുന്നു, അതിപ്പോൾ 4 lakh ആയിട്ടുണ്ട്. അപ്പോൾ 1 lakh എന്താണത് ഇഷ്യൂ ആണ്. ഈ വർഷം നമുക്ക് ബിസിനസ് ലോഡ് ഇൻഫ്ലോ 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് നമുക്ക് ബിസിനസ് ലോഡ് റിസീവ് ചെയ്തു. അപ്പോൾ 1 ലക്ഷം രൂപ ഇൻഫ്ലോ ആണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഈ പറയുക ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണുന്നത്. അടുത്ത് 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 ആയിരുന്നു, ഇപ്പോൾ 1 lakh ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ വർഷം 50,000 കുറഞ്ഞതാണ്. അപ്പോൾ അതിന് പറയുന്ന റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് നമ്മളത് കാണിക്കുന്നത്, ഔട്ട്ഫ്ലോ ആണ്. അടുത്ത് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് അല്ലേ, 40,000 ആയിരുന്നു, ഇപ്പോൾ 70,000. അപ്പോൾ 30,000 റുപ്പീസ് നമ്മൾ റിസർവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ 30,000 എന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്, അതറിയാം. അടുത്ത പ്രപ്പോസ് സ്റ്റുഡൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ഗുഡ് വിൽ അല്ലേ, ഈ പറഞ്ഞ 1,15,000 ആയിരുന്നു, 90,000 ആയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ അത് റിട്ടേൺ ഓഫ് എന്നാണ് നമ്മളത് പറയുന്നത്. ഓരോ വർഷം കഴിയുന്നവർ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ റിട്ടേൺ ഓഫ് എന്നാണ് പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh ആയിരുന്നു, ഇപ്പോൾ 1,70,000 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇവിടെ അതുപോലെ ക്വസ്റ്റിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഡെപ്റ്റേഴ്സ് ആൻഡ് സ്റ്റോക്കും ബിൽസ് റിസീവബിളും ഈ പറഞ്ഞ 3 ഐറ്റം നമ്മൾ ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ ക്യാഷ് ആൻഡ് ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിലാണ് അത് കാണിക്കുന്നത്. അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് പറയുന്നത് വെച്ചാൽ ഡിപ്രിസിയേഷൻ മെഷീനറിക്ക് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡിപ്രിസിയേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കും. അടുത്ത് ഇൻ്റർഡ്യൂഡൻ്റ് ഉണ്ട്. ഇൻ്റർഡ്യൂഡൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അത് രണ്ടിടത്ത് കാണിക്കും. അതും ഇതേപോലെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും ഫിനാൻസിങ് ആക്ടിവിറ്റിയും കാണിക്കും. അടുത്ത് ഇൻകം ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മെയ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് മെയ്ഡാണ് തന്നിരുന്നത്, അപ്പോൾ പെയ്ഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പെയ്ഡാണ് തന്നിട്ടുള്ളത്, അപ്പോൾ മെയ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ട 4 അക്കൗണ്ടാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട്, സെക്കൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്, തേർഡ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ഈ 4 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറഞ്ഞതുപോലെ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മെഷീനറി നിങ്ങൾക്ക് അറിയാം, അസറ്റാണ്. അസറ്റിന് ഏത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ നമ്മൾ ക്യൂ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യൂ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുന്നത് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ട് 80,000 ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് വന്നിട്ട് 2 lakh ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് 80,000, ക്ലോസിംഗ് നമ്മൾ എന്ത് പറയുന്നത് ബൈ ബാലൻസ് ക്യാരിഡ് ആണെന്ന് പറഞ്ഞിട്ട് 2 lakh എന്ന് പറയുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട്, ക്ലോസിംഗ് ആയിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാൻ നേരത്ത് ഡിപ്രിസിയേഷൻ ഓഫ് ₹10,000 ചാർജ് ഓൺ മെഷീനറി. ഡിപ്രിസിയേഷൻ ചാർജ് ആയിട്ടുള്ള 10,000 ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ബൈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 10,000 കാണിക്കും. ഡിപ്രിസിയേഷൻ 10,000 കാണിക്കും. അപ്പോൾ ഈ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും മെഷീനറിക്ക് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ഡിപ്രിസിയേഷനും ക്ലോസിംഗ് ബാലൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,10,000 കിട്ടും. 2,10,000 നിന്ന് 80,000 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 1,30,000 കിട്ടും. 1,30,000. ഈ 1,30,000 നമ്മൾ പറയുന്നത് എന്താണ്, ടു ക്യാഷ് എന്ന് പറയും ബ്രാക്കറ്റിനകത്ത് പർച്ചേസസ്, ബാലൻസിങ് ഫിഗർ. അപ്പോൾ അതാണ് നമ്മൾ ആ അക്കൗണ്ട് വരച്ച് കിട്ടേണ്ട ആൻസർ എന്നുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഡെബിറ്റ് സെയിൽ ആയതുകൊണ്ട് ടു ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ ആയിരുന്നെങ്കിൽ ബൈ ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുക.
ഓക്കെ, അപ്പം മെഷീനറി അക്കൗണ്ട് ക്ലിയർ ആണല്ലോ. അപ്പം ഇതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എവിടെയും ചെയ്യുന്നത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടിലും ചെയ്യുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ 2 lakh തന്നിട്ടുണ്ട്. അപ്പം അസറ്റാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം ടു ബാലൻസ് ഫ്രോഡ് എന്ന് പറയുന്ന ഓപ്പണിംഗ് എമൗണ്ട് കാണിക്കും. ടു ബാലൻസ് ഫ്രോഡ് എന്ന് പറയുന്ന ഓപ്പണിംഗ് എമൗണ്ട് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 lakh തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വന്നിട്ട് 1,70,000 തന്നിട്ടുണ്ട്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് 1,70,000 തന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് പറയുന്നുണ്ട്, ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് വന്നിട്ട് 20,000 ആണ്. ഡിപ്രിസിയേഷൻ ചാർജിനോൺ ഈ പറഞ്ഞ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വന്നിട്ട് 20,000 ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 20,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുന്ന നേരത്തെ ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ 2 lakh ഡെബിറ്റ് സൈഡിൽ 2 lakh നിന്ന് ഈ പറഞ്ഞ രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 10,000 വരും. 10,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് സെയിൽ എന്ന് പറയും കാണിക്കും. ബൈ ക്യാഷ് ബ്രാക്കറ്റിനകത്ത് സെയിൽ എന്ന് പറയും കാണിക്കും. അപ്പം ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് പറഞ്ഞെങ്കിൽ സെയിൽ, ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് പറഞ്ഞാൽ പർച്ചേസ്. ഇതാണ് അസറ്റ് അക്കൗണ്ട് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് 10,000 പറഞ്ഞാൽ നമ്മൾ എന്താ പറയും, ബൈ ക്യാഷ് സെയിൽ എന്ന് പറയും കാണിക്കും. അത്രയേ ഉള്ളൂ, ക്ലിയർ ആണ്. അപ്പോൾ അടുത്ത അക്കൗണ്ടിലോട്ട് പോകും, പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരയ്ക്കാൻ നേരത്ത് ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് ക്വസ്റ്റ്യൻ ലൈബിലിറ്റി സൈൻ ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ട് 40,000. ഓപ്പണിങ്ങിനുള്ളത് 40,000, ക്ലോസിങ്ങിനുള്ള 50,000. അപ്പോൾ ഓപ്പണിങ്ങിനുള്ളത് ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് ഏത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങിനുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40,000. അടുത്ത് ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിങ്ങിനുള്ള എമൗണ്ട് 50,000. ഓപ്പണിംഗ് 40,000, ക്ലോസിംഗ് 50,000. അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് പെയ്ഡ് ആണ് തന്നിരിക്കുന്നത്. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ 35,000 ഇൻകം ടാക്സ് വാസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 2 ക്യാഷ് ബ്രാക്കറ്റിനകത്ത് ടാക്സ് പെയ്ഡ് ഇൻകം ടാക്സ് പെയ്ഡ് എത്രയുണ്ട്, 35,000. അപ്പോൾ ഈ 50,000ഉം 35,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 85,000 കിട്ടും. 85,000 നിന്ന് 40,000 മൈനസ് ചെയ്യുമ്പം ബാലൻസ് വന്നിട്ട് 45,000 കിട്ടും. ഈ 45,000 നമ്മൾ പറയണത് ബൈ പി ആൻഡ് എൽ ടാക്സ് മെയ്ഡ് എന്നാണ് അല്ലേ. ബൈ പി ആൻഡ് എൽ ടാക്സ് മെയ്ഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ടാക്സ് മെയ്ഡ് ആണ് ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബൈ ബാലൻസ് ഫ്രോഡ് ഓൺ, ക്ലോസിംഗ് ടു ബാലൻസ് ക്യാരിഡ് ഓൺ, ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ടാക്സ് മെയ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതേ സെയിം ട്രീറ്റ്മെൻ്റ് ആണ് ഇനി അടുത്ത് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് അക്കൗണ്ടിൽ ചെയ്യുന്നത്. കാരണം പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റും പ്രൊവിഷൻ ഫോർ ടാക്സ് ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റിക്ക് ഏത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ഓപ്പണിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ബൈ ബാലൻസ് ബ്രോഡ് ഓൺ. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 42,000 ഉണ്ട്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 42,000. ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 50,000. ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 50,000. അപ്പം ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ഡിവിഡൻഡ് കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റർ ഡിവിഡൻഡ് കേസാണ് പറയുന്നത്. ഇന്റർ ഡിവിഡൻഡും പ്രൊപ്പോസ് ഡിവിഡൻഡും രണ്ടാണ്. ഇന്റർ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഫൈനൽ ഡിവിഡൻഡിന് ഇടയ്ക്ക് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണ് ഇന്റർ ഡിവിഡൻഡ്. പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അവസാനം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണ്. അപ്പം ഈ ഇന്റർ ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ളത് ഇവിടെ എടുക്കൂല, അത് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആണ്. പ്രൊപ്പോസ് ഡിവിഡൻഡ് മെയ്ഡോ പെയ്ഡോ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതിൻ്റെ മെയ്ഡും പെയ്ഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അത് ഫോർമാറ്റ് പഠിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ്ഡോ പെയ്ഡോ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിങ്ങിലുള്ള എമൗണ്ട് എന്തായിട്ട് എടുക്കും, 2 ക്യാഷ് ഡിവിഡൻഡ് പെയ്ഡ്. ഈ വർഷം ഡിവിഡൻഡ് പേ ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. 2 ക്യാഷ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ 42,000 എടുക്കും. അടുത്ത് ഈ 50,000 ക്ലോസിങ്ങിനുള്ളത് ബൈ പി ആൻഡ് എൽ ബ്രാക്കറ്റിനകത്ത് ഡിവിഡൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ എടുക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അസംഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലോസിങ്ങിനുള്ള 50,000 ഡിവിഡൻഡ് മെയ്ഡായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 92,000 ഇവിടെ കിട്ടും, ഇവിടെ 92,000 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ട 4 അക്കൗണ്ട്. അപ്പോൾ ഈ 4 വർക്കിംഗ് നോട്ടും കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ അക്കൗണ്ട് എല്ലാം നന്നായിട്ടൊന്ന് പറഞ്ഞ രീതി, അസൻ്റെ ഡെബിറ്റ് ബാലൻസ്, ലൈബിലിറ്റി, ക്രെഡിറ്റ് ബാലൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് ആ ഒരു ഐഡിയ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്കറിയാം
അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലോസിംഗ് P&L മൈനസ് ഓപ്പണിംഗ് P&L. ഇവിടെ ക്വസ്റ്റ്യനിൽ 48,000 ആണ് പ്രോഫിറ്റ്. 48,000 എന്നുള്ള പ്രോഫിറ്റ് ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ 30,000 ആണ് 48,000 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് 48,000 മൈനസ് 30,000 ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഈ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,000 മൈനസ് 30,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18,000 എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 18,000 ആണ്. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ബാലൻസിനകത്തുള്ള ഐറ്റം എന്ന് പറയുന്നത് ജനറൽ റിസർവ് ആണ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 40,000 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 70,000 ആയിട്ടുണ്ട്. അപ്പോൾ 30,000 ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് അത് ആഡ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 70 മൈനസ് 40 30,000. അടുത്ത് amortization of goodwill. amortization of goodwill അസറ്റ് സൈൽ തന്നിട്ടുണ്ട്. അസറ്റ് സൈൽ വന്നിട്ട് എമൗണ്ട് വന്നിട്ട് 1,15,000 ആണ്. 1,15,000 ആയിരുന്നു അസറ്റ്, ഇപ്പോൾ 90,000 ആയിട്ടുണ്ട്. അപ്പോൾ 1,15,000 മൈനസ് 90,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25,000 എന്ന് കിട്ടും. 25,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. അടുത്ത് ഇനി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. വേറെ ഈ പറഞ്ഞ പോലെ ബാലൻസിനകത്ത് ഇനി ഒന്നും എടുക്കാറില്ല. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിനാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അറിയാവുന്ന ഡിപ്രിസിയേഷൻ. 2 ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറിയും ഉണ്ട്, പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ 2 ഡിപ്രിസിയേഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 10,000 ഉണ്ട്, സെക്കൻഡ് 20,000. അപ്പോൾ 10,000-ഉം 20,000-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 30,000 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഡിപ്രിസിയേഷൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സിനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് മെയ്ഡ് വന്നിട്ട് 45,000 ഉണ്ട്. അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഇതേ സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അതും ഈ പറഞ്ഞതുപോലെ പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് മെയ്ഡ് എന്നുള്ള എമൗണ്ട് 50,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി വേറെ ഏത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ്റർ ഡിവിഡൻറ്റ് ഉണ്ട്. ഇൻ്റർ ഡിവിഡൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻ്റർ ഡിവിഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടിടത്ത് നമ്മൾ കാണിക്കും. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഇൻ്റർ ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതും ആഡ് ചെയ്യണം. ഇൻ്റർ ഡിവിഡൻറ്റ് പെയ്ഡിൻ്റെ എമൗണ്ട് വന്നിട്ട് 20,000. അപ്പോൾ ഇത്രയും നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ട്. കാരണം ഈ ക്വസ്റ്റിൽ വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒന്നുമില്ല. അപ്പോൾ ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. 20,000 50,000 കൂട്ടുമ്പോൾ 70,000. 70,000-ഉം 45,000 കൂട്ടുമ്പോൾ 1,15,000. 1,15,000-ഉം 30,000 കൂട്ടുമ്പോൾ 1,45,000. 25,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,70,000. 2,18,000. അപ്പോൾ 2,18,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. ആദ്യം നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന് നോക്കാം. ഇവിടെ 2 കറണ്ട് ലയബിലിറ്റിയാണ് മെയിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അല്ലേ, കറണ്ട് ലയബിലിറ്റി 55,000 ആയിരുന്നു, ഇപ്പോൾ എത്രയുണ്ട്? 83,000 അല്ലേ. 55,000 ആയിരുന്നു 83,000 ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കൂടിയിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി നമ്മളിവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടണം. നമുക്കറിയില്ല ആ ഒരു ഷോർട്ട് കട്ട്. കറണ്ട് ലയബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ കൂട്ടണം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 55,000 ആയിരുന്നു 83,000 ആയിട്ടുണ്ട്. അപ്പം ആഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. ആഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 55 ആയിരുന്നു, ഇപ്പോൾ 83 ആയിട്ടുണ്ട്. അപ്പം 83 മൈനസ് 55 ചെയ്യുമ്പോൾ 28,000 വരും. അത് ആഡ് ചെയ്യണം.
അടുത്ത് ബിൽസ് പേബിൾ 20,000 ആയിരുന്നു 16,000 ആയിട്ടുണ്ട്. അപ്പോൾ ലെസ് അത് കുറഞ്ഞു അല്ലേ. അപ്പോൾ ലെസ് എന്താണ്? ഡിക്രീസ് ഇൻ ബിൽസ് പേബിൾ. ഡിക്രീസ് ഇൻ ബിൽസ് പേബിൾ. ഇപ്പോൾ 20 ആയിരുന്നു, ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? സോറി 16 ആയിരുന്നു, ഇപ്പോൾ 20 ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ 4,000 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യും. കാരണം കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ അത് ആ ഡിഫറൻസ് 4,000 ലെസ് ചെയ്യും. ഇനി അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ കേസാണ്. ഡെപ്റ്റേഴ്സിനകത്ത് കറണ്ട് അസറ്റ് ഡെപ്റ്റേഴ്സാണ്. ഡെപ്റ്റേഴ്സ് 1,60,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 lakh ആയിട്ടുണ്ട്. അപ്പോൾ കൂടിയിട്ടുണ്ട്, 40,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മൾ ലെസ് ചെയ്യും. ലെസ് എന്താണ്? ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എമൗണ്ട് 1,60,000 ആയിരുന്നു, 2 lakh ആയി. അപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? 40,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ 40,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് 77 ആയിരുന്നു, 1,09,000 ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇൻക്രീസ് ചെയ്ത് നോക്കുക? 77 ആയിരുന്നു, 1,09,000 ആയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ 32,000 ആണ് അവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്. അതും ലെസ് ചെയ്യണം. ഓക്കെ. അടുത്ത് ഇനിയുള്ളത് വെച്ചാൽ ബിൽസ് റിസീവബിൾ ആണ്. 20 ആയിരുന്നു, 30 ആയി. അതും ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലെസ് ഇൻക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 10,000 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്നത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2,18,000 28,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,18,000 28,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എമൗണ്ട് എന്ന് പറയുന്നത് 2,46,000 കിട്ടും. പോസിറ്റീവ് ഫിഗർ 2,46,000 നമുക്ക് കിട്ടും. അടുത്ത് നെഗറ്റീവ് ഫിഗർ എന്ന് പറയുമ്പോൾ -4,000 -40,000 -32,000 -10,000 എല്ലാം കൂടെ ചെയ്യുമ്പോൾ -44 -42 അപ്പം -86,000 ആണ് കിട്ടും. അപ്പം 2,46,000 -86,000 ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,60,000 എന്ന് കിട്ടും. 1,60,000 എന്ന് കിട്ടും. ആ 1,60,000 നമുക്ക് എന്താ പറയാം? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയാം. എന്ന് പറയാം 1,60,000. അടുത്ത ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് വരച്ച് അക്കൗണ്ടിൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35,000 ഉണ്ട്. 35,000 ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 35,000 ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യണം. നമുക്കറിയാം എല്ലാത്തിനും മൈനസ് ചെയ്യുന്ന ഫിഗറായിട്ട് നമ്മളൊരു ബ്രാക്കറ്റിൽ കൊടുക്കും. അപ്പോൾ 1,60,000 -35,000. അപ്പം ഒരു എമൗണ്ട് കിട്ടും 1,25,000. 1,25,000. ഈ 1,25,000 നമ്മൾ എന്ത് പറയും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഏത് ആക്ടിവിറ്റി? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അത് നിങ്ങൾ എടുത്ത് എഴുതാം. ഇപ്പോൾ സ്പേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ എമൗണ്ട് മാത്രം ഔട്ടർ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1,25,000 കാണിക്കും. ഓക്കെ. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് ആക്ടിവിറ്റി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിനകത്ത് നമുക്കറിയാം അതിനകത്ത് പർച്ചേസും സെയിലോ ഫിക്സഡ് അസറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്ത് മെഷീനറി പർച്ചേസാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വന്നിട്ട് സെയിലാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 1,30,000 ആണ്. -1,30,000 കാരണം പർച്ചേസ് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അടുത്തത് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 10,000 ആണ്.
സെയിൽ എന്ന് പറയുന്നത് ഇൻഫ്ലോ ആണ്, അത് ആഡ് ചെയ്യും. അപ്പോൾ 1,30,000 ഔട്ട്ഫ്ലോ ആണ്, 10,000 ഇൻഫ്ലോ ആണ്. അപ്പം ഈ പർച്ചേസ് നമ്മൾ എന്തായിട്ട് എടുക്കും? പർച്ചേസ് ഈ പറഞ്ഞ പോലെ ഔട്ട്ഫ്ലോ ആയിട്ട് എടുക്കും. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ളത് എന്തായിട്ട് എടുക്കും? ഇൻഫ്ലോ ആയിട്ട് എടുക്കും. അപ്പോൾ 1,30,000 മൈനസ് 10,000 അല്ലേ, വലുതിന് ചെറുത് കുറച്ചിട്ട് നമ്മൾ വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് 1,20,000 വരും. മൈനസ് 1,20,000. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ അടുത്ത് ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. തേർഡ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ അകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 lakh അല്ലേ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ട്? 1 lakh ഉണ്ട്. അത് ഇൻഫോ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം, പോസിറ്റീവ് ആണ്. അടുത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 ആയിരുന്നു, 1 lakh ആയി. അപ്പോൾ 50,000 കുറഞ്ഞു വെച്ചാൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. മൈനസ് 50,000. അടുത്ത് ഇനി നമ്മൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ 2 അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഡിവിഡൻഡ് മെയ്ഡ് നമ്മൾ എവിടെ എടുത്തു? ഈ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എടുത്തു. ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി പറഞ്ഞ ഐറ്റമാണ്. അപ്പോൾ അത് ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പെയ്ഡ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 42,000 ആണ്. പെയ്ഡ് നമ്മൾ മൈനസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇൻ്റർൻ ഡിവിഡൻറ്റും. ഇൻ്റർൻ ഡിവിഡൻറ്റ് എത്രയുണ്ട്? ഇൻ്റർൻ ഡിവിഡൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും തന്നിട്ടുണ്ട്. ഇൻ്റർൻ ഡിവിഡൻറ്റ് പെയ്ഡ് എമൗണ്ട് വന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 20,000. ഓക്കെ, അപ്പോൾ 20,000 ഔട്ട്ഫ്ലോ ആണ്. 20,000 ഔട്ട്ഫ്ലോ. അപ്പം ഇത്ര ആയപ്പോൾ എന്ത് ഈ പറഞ്ഞ പോലെ ഫിനാൻസിങ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഇതൊന്ന് ആഡ് ചെയ്യും. 1 lakh നിന്ന് ഈ പറഞ്ഞതുപോലെ 1,12,000 മൈനസ് 1,12,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 12,000 എന്ന് കിട്ടും. മൈനസ് 12,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 3 ആക്ടിവിറ്റിയും കൂടെ ആഡ് ചെയ്യാം. ഓപ്പറേറ്റീവ് 1,25,000, ഇൻവെസ്റ്റിംഗ് മൈനസ് 1,20,000. അപ്പോൾ ചെയ്യുമ്പോൾ 5,000 പോസിറ്റീവ് വരും. മൈനസ് 12,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് 7,000 വരും. മൈനസ് 7,000 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മൈനസ് 7,000 വന്നു കഴിഞ്ഞാൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്നാണ് പറയുന്നത്. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഫിഗർ വന്നാൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്, നെഗറ്റീവ് ഫിഗർ വന്നാൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. ഈ മൈനസ് 7,000 കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിങ്ങിനുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആഡ് ചെയ്യണം. ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷും ക്യാഷ് ഇക്വലന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ഉള്ള ക്യാഷ് ഇൻ ഹാൻഡ് 15,000, ക്ലോസിംഗ് ഉള്ള ക്യാഷ് അറ്റ് ബാങ്ക് 10,000. അപ്പോൾ 15,000 10,000 കൂടെ കൂട്ടുമ്പോൾ 25,000. അപ്പോൾ ഈ 7,000 മൈനസ് 7,000 കൂടത്ത് 25,000 നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 എന്ന് കിട്ടും. പോസിറ്റീവ് 18,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 18,000 തന്നെയാണോ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് തന്നെ നോക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലോസിംഗ് ഡേറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് 10,000 ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് 8,000 ഉണ്ട്. അപ്പോൾ 10,000 8,000 കൂട്ടുമ്പോൾ 18,000. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ 18,000 ആണ് എന്താണ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പം മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കണം. വായിച്ചിട്ട് ഏതൊക്കെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കണം. ആ അക്കൗണ്ടെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം ഓരോ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ
അത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത മോഡലല്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചെയ്ത 2 പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർമാറ്റ് സെയിമാണ്, പക്ഷേ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പം കമ്പനി ഫോം ഓഫ് ബാലൻസ് ഷീറ്റാണ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ കമ്പനി ഫോമാണ്. ഈ പറഞ്ഞ പോലെ സാധാരണ സോൾ ട്രേഡർ പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ വെറും ക്യാപിറ്റലായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനുള്ള ഏക ഹിൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ ക്യാപിറ്റലാണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സോൾ ട്രേഡറോ പാർട്ണർഷിപ്പോ ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ ഇതാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ ആ കമ്പനിയുടെ പേര് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏക ഹിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 3.79 ഇല്ലസ്ട്രേഷൻ 9. ക്വസ്റ്റ്യൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഓഫ് മെസ്സേഴ്സ് എക്സ് ആൻഡ് വൈ ഓൺ 1st April 2003 ആൻഡ് 31st March 2004 വേർ ആസ് ഫോളോസ്. അപ്പോൾ അവരുടെ ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്, അസറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ലൈബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം, കറണ്ട് ലൈബിലിറ്റി അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വരും. ലോൺ ഫ്രം മിസ്സിസ് എക്സും കാൻഡ്ര, ഈ പറയുന്ന മിസ്സിസ് എക്സും പിന്നെ ലോൺ ഫ്രം കാൻഡ്ര ബാങ്ക് എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത് കാണിക്കുന്നത്. അടുത്ത് ക്യാപിറ്റലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എന്നുള്ളൊരു അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റി പഠിച്ചിട്ടില്ല. അപ്പം ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴാണ് വരയ്ക്കേണ്ടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പറഞ്ഞിട്ടുണ്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാർട്ണർഷിപ്പ് ഫെയിമാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫെയിമിൻ്റെ ബിസിനസ് ആകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഫെയിമോ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ബിസിനസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അതുപോലെ ക്യാഷ് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് കാര്യം കറണ്ട് അസറ്റാണ്. മെഷീനറി നമുക്കിവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ലാൻഡ് അതുപോലെ തന്നെയാണ്, ബിൽഡിങ്ങും അതുപോലെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. മെഷീനറിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊവിഷൻ, ഓപ്പണിങ്ങിനുള്ള പ്രൊവിഷൻ, ക്ലോസിങ്ങിനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടും കൂടെ വരയ്ക്കേണ്ടി വരും. പിന്നെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആദ്യം കാണിക്കും. അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിനകത്തും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മെഷീനറി അക്കൗണ്ടാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത്ര ഒന്നും കൂടെ ഒന്ന് വായിച്ചു വെക്കും. അപ്പം നോക്കാം. ഡ്യൂറിങ് ദി ഇയർ എ മെഷീൻ കോസ്റ്റിംഗ് ₹10,000 അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ₹3,000 വാസ് സോൾഡ് ഫോർ ₹5,000. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 10,000 രൂപ വിലയുള്ളൊരു മെഷീനറി, അതിന് 3,000 രൂപ ഡിപ്രിസിയേഷൻ പോയിട്ട് 10,000 3,000 ഡിപ്രിസിയേഷൻ പോകുമ്പോൾ 7,000 രൂപ ഡിപ്രിസിയേഷൻ പോയിട്ടുള്ള അസറ്റിന് നമ്മൾ സെയിൽ ചെയ്യണത് 5,000-നാണ്. അപ്പോൾ 7,000 നിന്ന് 5,000 രൂപ പോകുമ്പോൾ ബാക്കി നഷ്ടം എത്രയാണ്, 2,000 രൂപയാണ്. അപ്പം ഇവിടെ മീനിങ് എന്ന് വെച്ചാൽ 10,000 രൂപയുടെ അസറ്റ്, 3,000 രൂപ ഡിപ്രിസിയേഷൻ പോകുമ്പോൾ 7,000 രൂപയുടെ അസറ്റ് നമ്മൾ എത്ര രൂപ വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, 5,000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മെഷീനറി അക്കൗണ്ട് നമ്മൾ കാണിക്കും. അത് പോരാഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്, ദ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അഗേൻസ്റ്റ് മെഷീനറി ഓൺ 1st April 2003 എന്ന് പറഞ്ഞാൽ 25,000, 31st March 2004 ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 40,000 തന്നിട്ടുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയറും 45,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറയണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മെഷീനറി അക്കൗണ്ട് നിങ്ങൾക്കറിയാം അസറ്റാണ്. അസറ്റ് ഏത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് നമ്മളിവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ബാലൻസ് ബ്രോഡർ എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, ഓപ്പണിങ്ങിനുള്ള അസറ്റ് വാല്യൂ 2 ബാലൻസ് ബ്രോഡർ. അപ്പോൾ ഓപ്പണിങ്ങിനുള്ള മെഷീനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80,000 ആണ്. ഇവിടെ ഇപ്പം 80,000 നമ്മൾ ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ കാണിക്കും. കാരണം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഐറ്റം നമ്മൾ രണ്ടിടത്ത് കാണിക്കേണ്ടി വരും. ഒന്ന് ഈ പറഞ്ഞ 80,000 ഇവിടെ 2 ബാലൻസ് ബ്രോഡർ എന്ന് പറഞ്ഞ് കാണിക്കണം. അതിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അഗേൻസ്റ്റ് മെഷീനറി ഓൺ 1/4/2003 വാസ് ₹25,000. അപ്പോൾ ഓപ്പണിങ്ങിനുള്ള പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഇതിൻ്റെ ഓപ്പണിംഗ് വാല്യൂൻ്റെ കൊടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ 80,000 25,000 ആഡ് ചെയ്യുമ്പോൾ 1,05,000 വരും. ഓക്കെ, അടുത്ത് ഇതുപോലെ ക്ലോസിങ്ങിലുള്ള അസെൻറ്റ് വാല്യൂ. ക്ലോസിങ്ങിലുള്ള അസെൻറ്റ് വാല്യൂ നമ്മൾ എന്ത് പറയുന്നത്, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിങ്ങിനുള്ള അസെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയുണ്ട്, ഈ പറഞ്ഞതുപോലെ 55,000 ഉണ്ട്. ക്ലോസിങ്ങിലുള്ള അസെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 55,000 ഉണ്ട്. ഈ 55,000-ൻ്റെ കൂടത്ത് ക്ലോസിങ്ങിനുള്ള പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യണം. ക്ലോസിങ്ങിനുള്ള പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 31st March 2042 40,000 രൂപയാണ്. അപ്പോൾ 55,000 രൂപയും 40,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 95,000 കിട്ടും. അപ്പോൾ 95,000 വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഓപ്പണിങ്ങുള്ള പ്രൊവിഷൻ ഓപ്പണിങ്ങുള്ള മെഷീനറി വാല്യൂ കൂടെ ആഡ് ചെയ്യണം, ക്ലോസിങ്ങുള്ള പ്രൊവിഷൻ ക്ലോസിങ്ങുള്ള മെഷീനറി കൂടെ ആഡ് ചെയ്യണം. അടുത്ത് ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 10,000 രൂപയുടെ അസറ്റ് 3,000 രൂപ അക്യുമിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് ബൈ ഡിപ്രിസിയേഷൻ എന്ന് പറയും 3,000 രൂപ കാണിക്കും. 3,000 രൂപ കാണിക്കും. അടുത്ത് അല്ലേ, അപ്പോൾ ആ ഒന്നുകൂടെ പറയാം. 10,000ൻ്റെ അസറ്റ് 3,000ൻ്റെ ഡിപ്രിസിയേഷൻ പോകുമ്പോൾ ബാക്കി എത്ര വരും? 7,000. 7,000ൻ്റെ അസറ്റ് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നുണ്ട്? 5,000 സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോസ് എത്രയാണ്? 2,000 ആണ്. അപ്പോൾ ലോസ് 2,000, സെയിൽ 5,000, ഡിപ്രിസിയേഷൻ വന്നിട്ട് 3,000. അപ്പോൾ ഡിപ്രിസിയേഷൻ 3,000 നമ്മൾ ക്രെഡിറ്റ് സെയിൽ കാണിച്ച്, അതുപോലെ സെയിലും നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് കാണിക്കുന്നത്. ബൈ ക്യാഷ് ബ്രാക്കറ്റിനകത്ത് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 5,000 കാണിക്കും. അടുത്ത് ലോസ് ആയതുകൊണ്ട് ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനകത്ത് ലോസ് വന്നിട്ട് 2,000 ഉണ്ട്. ആ 2,000 നമ്മളിവിടെ കാണിക്കും. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന നേരത്ത് ഇവിടെ ഡെബിറ്റ് സൈഡ് 1,05,000 ഉണ്ട്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1,05,000 തന്നെ വരും. അപ്പോൾ ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതങ്ങ് ടോട്ടൽ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് മിച്ചം വന്നിരുന്നത് നമുക്ക് ഇവിടെ പർച്ചേസ് കാണിക്കാം. ഇപ്പോൾ ബാലൻസ് ഇല്ലാത്ത ടാലി ആയിട്ട് പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പണിംഗ് പ്രൊവിഷൻ കൂടണം, ക്ലോസിംഗ് ബാലൻസിൻ്റെ ക്ലോസിംഗ് പ്രൊവിഷൻ കൂടണം, ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, സെയിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ലോസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ച്, പ്രോഫിറ്റ് ആയിരുന്നു ഡെബിറ്റ് സൈഡിൽ വരിക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയ്ക്കും. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മൾ ഫോർമാറ്റ് വരയ്ക്കാൻ നേരത്തെ പഠിച്ചാൽ അതിന് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ലൈബിലിറ്റി ചെയ്യേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗുള്ള പ്രൊവിഷൻ നമ്മൾ എന്ത് പറയുന്നത്? ബൈ ബാലൻസ് പ്രോഡോ എന്ന് പറഞ്ഞാൽ കാണിക്കും. ബൈ ബാലൻസ് പ്രോഡോ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗുള്ള പ്രൊവിഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25,000, ക്ലോസിംഗ് ഉള്ള പ്രൊവിഷൻ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 40,000. അപ്പോൾ ഓപ്പണിംഗുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്, ക്ലോസിംഗുള്ള പ്രൊവിഷനും തന്നിട്ടുണ്ട്. അടുത്ത ഈ വർഷം നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ, അസറ്റിന് ചാർജ് ഡിപ്രിസിയേഷൻ 3,000, അത് ഡെബിറ്റ് സൈഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം. ടു ഏത് അസറ്റാണ്? അല്ലെ മെഷീനറി ആണ്. അല്ലെ മെഷീനറിക്കാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ ആ അസറ്റിൻ്റെ ഇതായിട്ട് നമ്മൾ കാണിക്കും. ടു മെഷീനറി എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയുണ്ട്? 3,000 എന്ന് പറയുമ്പോൾ വേണം പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3,000 40,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 43,000. 43,000 നിന്ന് 25,000 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? 18,000 കിട്ടും. അപ്പോൾ ഈ 18,000 ആണ് നമ്മൾ ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബാലൻസിങ് ഫിഗർ 18,000. അപ്പോൾ ഒന്നും കൂടെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഓപ്പണിംഗ് ഉള്ള ബൈ ബാലൻസ് പ്രോഡും ക്ലോസിംഗ് ഉള്ള ടു ബാലൻസ് ക്യാരിഡും ഈ വർഷം ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ നമ്മൾ ആ അസറ്റ് അക്കൗണ്ട് അല്ലെ ടു മെഷീനറി ആ അസറ്റിൻ്റെ പേര് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം 3,000. എന്നിട്ട് ബാലൻസ് ചെയ്ത് മിച്ചം മീറ്റർ എന്ന് പറഞ്ഞ എമൗണ്ട് 18,000 വേണം. ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആഡ് ചെയ്യേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് കൊടുത്ത് ആഡ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ 3,000 എടുത്ത് ആഡ് ചെയ്യില്ല. ഓക്കെ. അടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റിക്ക് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗിലുള്ള ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയുന്നത്? ബൈ ബാലൻസ് പ്രോഡോൺ. ഓപ്പണിംഗുള്ള ക്യാപിറ്റൽ വന്നിട്ട് 1,25,000 ഉണ്ട്. ക്ലോസിംഗ് ഉള്ളത് വന്നിട്ട് 1,53,000 ഉണ്ട്. അപ്പോൾ 1,25,000 ക്ലോസിംഗ് വന്നിട്ട് ടു ബാലൻസ് ക്യാരിഡ് ഓൺ 1,53,000. ഓക്കെ. പിന്നെ നോക്കേണ്ടതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 45,000 തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,70,000 എന്ന് കിട്ടും. 1,70,000 നിന്ന് 1,53,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 17,000 എന്ന് കിട്ടും. 17,000 അല്ലേ? അപ്പോൾ ഈ 17,000 എന്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ കൊണ്ടുവന്ന എമൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ടിൽ നമ്മൾ എന്ത് പറയും? ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടു ക്യാഷ് ബ്രാക്കിനകത്ത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് വേണം ആ എമൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ബൈ ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഉള്ള ക്യാപിറ്റൽ, ടു ബാലൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അത് ക്രെഡിറ്റ് സൈഡ് കാണി, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 17,000 കിട്ടും. ആ മിച്ചം പറഞ്ഞ ഫിഗർ ടു ക്യാഷ്. അതേസമയം ഇപ്പം ഈ ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് ആണ് ക്രെഡിറ്റ് ചെയ്ത്, നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു നെറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കാണിക്കുകയായിരുന്നു. അത് മാത്രമേ ഇതിനകത്ത് ഡിഫറൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് മെയിനായിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അറിയാലോ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതിനകത്ത് ആദ്യം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളൂ? 45,000. ആ 45,000 നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് കൊടുത്ത് എഴുതണം. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ? ആഡ് നോൺ ഓപ്പറേറ്റിംഗ്
എക്സ്പെൻസസ്. ഇപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ടാണ് എടുക്കേണ്ടത്? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വലിച്ച് കിട്ടിയ ഡിപ്രിസിയേഷൻ ബൈ P&L ആ 18,000 ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വേറെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി വിൽക്കാൻ നേരത്ത് നമുക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ 2,000 ആണ്. ആ 2,000 കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം 45,000 കൂടത്ത് 18,000 2,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65,000 കിട്ടും. ഈ 65,000 നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. കാരണം ഇവിടെ വേറെ ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒന്നുമില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഓക്കെ, 65,000 കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 40,000 ആയിരുന്നു ക്രെഡിറ്റേഴ്സ്, 44,000 ആയിട്ടുണ്ട്. ഇപ്പോൾ 4,000 കൂടിയിട്ടുണ്ട്. കറണ്ട് ലൈബിലിറ്റി കൂടിയാൽ നമ്മൾ കൂടും. ആഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ 40,000 ആയിരുന്നു ലൈബിലിറ്റി അല്ലേ, ഇപ്പോൾ 44,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കൂടിയിട്ടുണ്ട്, 4,000 കൂടിയിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്യും. അടുത്ത് ഇതുപോലെ കറണ്ട് അസറ്റിൻ്റെ കേസ് ഡെപ്റ്റേഴ്സ് 30,000 ആയിരുന്നു, ഇപ്പോൾ 50,000 ആയി. അപ്പോൾ 20,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മളത് കുറയ്ക്കും. ലെസ് എന്താണ്? ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 35,000 ആയിരുന്നു, ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. 30,000 ആയിരുന്നു, 50,000 ആയിട്ടുണ്ട്. അപ്പോൾ 20,000 ആണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ 20,000 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെസ് ചെയ്യണം. 20,000 ലെസ് ചെയ്യണം. അടുത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് കറണ്ട് അസറ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് 35,000 ആയിരുന്നു, ഇപ്പോൾ 25,000 കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ഡിക്രീസ് ഇൻ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 10,000 നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കറണ്ട് അസറ്റിൻ്റെ റേറ്റ്. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കാൻ നേരം 65,000 കൂടത്ത് 10,000 ആഡ് ചെയ്യുമ്പോൾ 75,000, 79,000. അതിൽ നിന്ന് മൈനസ് 20,000 ചെയ്യാൻ നേരത്ത് 59,000 വരും. 59,000 നമ്മൾ എന്ത് പറയും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയും. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. ഇതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ലെസ് ചെയ്യും. ഇൻകം ടാക്സ് പെയ്ഡ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറഞ്ഞ എമൗണ്ട് 59,000 തന്നെയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത് 59,000 പോസിറ്റീവ് ഫിഗറാണ്. അപ്പം ഡയറക്റ്റ് കാണിച്ചാൽ മതി. അടുത്ത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് ഇവിടെ ഇപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മെഷീനറിക്ക് സെയിലുണ്ട്. സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ 5,000 ഉണ്ട്. സെയിൽ നിങ്ങൾക്കറിയാം ഇൻഫ്ലോ ആണ്. അപ്പോൾ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫിഗറായിട്ട് കാണിക്കും. 5,000. അടുത്ത് നോക്കാൻ നേരത്തെ നമുക്ക് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിനകത്ത് ലാൻഡും ഉണ്ട്, ബിൽഡിംഗും ഉണ്ട്. ലാൻഡിൻ്റെ കാര്യം നോക്കാം. 40,000 ആയിരുന്ന ലാൻഡ് 50,000 ആയി. അപ്പോൾ 10,000 എന്ന് പറഞ്ഞാൽ ലാൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 40,000 ആയിരുന്നു, ഇപ്പോൾ 50,000. അപ്പോൾ അതിൻ്റെ മീനിങ് വെച്ചാൽ 10,000 രൂപയും കൂടെ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് അല്ല, ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതെല്ലാം എവിടെയാണ് പറഞ്ഞത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് പറഞ്ഞത്. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 10,000 അല്ലേ, 10,000 നമ്മൾ ഔട്ട്ഫ്ലോ ആണ് മൈനസ് ബ്രാക്കറ്റിൽ കാണിക്കണം. അടുത്ത് പിന്നെ പറയുന്നത് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് 35,000 ആയിരുന്നു, അത് 60,000 ആയി. അപ്പോൾ ബിൽഡിങ്ങും വീണ്ടും നമ്മൾ 25,000 എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? പർച്ചേസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം പർച്ചേസ് ഓഫ് ബിൽഡിംഗ് 25,000 അതെന്ത് ചെയ്യും? മൈനസ് അല്ലേ. അപ്പം മൈനസ് രണ്ട് കൂട്ടുമ്പോൾ മൈനസ് 35,000, അതിനോട് പ്ലസ് 5,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് 30,000 ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് 30,000. അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിക്ക് അത് ആദ്യം നമ്മൾ നോക്കുന്നത് ലൈബിലിറ്റി സൈഡിൽ ലോൺ ഫ്രം മിസ്സിസ് എക്സ് എന്ന് പറഞ്ഞാൽ 25,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 0 ആയി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 25,000 ലോൺ നമ്മൾ ഈ വർഷം റീപേ ചെയ്ത് 0 ആക്കിയെന്നാണ് പറയുന്നത്. അപ്പം റീപേയ്മെൻറ്റ് ഓഫ് ലോൺ അല്ലേ. അപ്പം റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഫ്രം
മിസ്സിസ് എക്സ് എന്ന് പറഞ്ഞിട്ട് -25,000, കാരണം തിരിച്ചു കൊടുക്കുന്ന പറയുമ്പോൾ ക്യാഷ് പോവുകയാണ് ബിസിനസ്സിന്, -25,000. അതുപോലെയാണ് തൊട്ടടുത്ത് ലോൺ ഫ്രം കാനറ ബാങ്ക്. 40,000 ആയിരുന്നു, 50,000 അവിടെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ 40,000 ലോണ് ഇപ്പോൾ 50,000 ആയെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 10,000 രൂപയും കൂടെ ലോൺ നമ്മൾ വീണ്ടും എടുത്തുന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും? ലോൺ റേസ്ഡ് ഫ്രം കാനറ ബാങ്ക്, ലോൺ റേസ്ഡ് ഫ്രം കാനറ ബാങ്ക്. കാനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 10,000. ലോൺ റേസ്ഡ് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. ഇൻഫ്ലോ നമുക്ക് ഇല്ല, വീണ്ടും 10,000 ലോൺ എടുത്ത് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നതാണ്, അപ്പോൾ അത് ആഡ് ചെയ്യും. അടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡ്രോയിങ്സ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ വിഡ്രോ ചെയ്ത എമൗണ്ട് ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്ന് കാശ് പോവുകയാണ് അല്ലേ, അപ്പോൾ അത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് -17,000. അപ്പം -25,000 -17,000 കൂടെ ചെയ്യുമ്പോൾ -42,000. -42,000 10,000 കൂടെ ചെയ്യുമ്പോൾ -32,000 കിട്ടും. അപ്പം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എത്ര കിട്ടും? -32,000 കിട്ടും. ഇനി നമുക്ക് മൊത്തം നോക്കാം. അപ്പോൾ ആദ്യം ഓപ്പറേറ്റിംഗ് പ്ലസ് അല്ലേ, പോസിറ്റീവ് 59,000 ആണ്. അടുത്ത് ഇൻവെസ്റ്റിംഗ് വന്നിട്ട് -30,000 -32,000. അപ്പോൾ മൈനസും കൂടെ കൂട്ടുമ്പോൾ -62,000 കിട്ടും. -62,000 നിന്ന് 59,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എത്ര കിട്ടും? -3,000 കിട്ടും. -3,000 അല്ലേ, നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക? നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്ന് പറയും. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്ന് പറയും. -3,000. ഇതിനൂടെ എന്ത് ആഡ് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് ക്വസ്റ്റ്യൻ എത്രയുണ്ടെന്ന് നോക്കുക. ഓപ്പണിംഗ് ക്യാഷ് വന്ന് 10,000. അപ്പം -3,000 10,000 കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? +7,000 കിട്ടും. ഈ +7,000 നമ്മൾ എന്താ പറയും? ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ -3,000 10,000 ഓപ്പണിംഗ് ഉള്ള ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഉള്ള ക്യാഷ് 7,000 കിട്ടണം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലോസിംഗ് ഉള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ 7,000 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കറക്റ്റ്. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിപ്പം മറ്റേത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന് ചെയ്യുന്ന ഒരു രീതി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതും വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയാൻ ആദ്യം പഠിക്കണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സാധാരണ ഇതാണെന്ന് മനസ്സിലാക്കണം. ഈ ഇപ്പോൾ ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോഴാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ വലിയ പ്രോബ്ലം 3 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 3 പ്രോബ്ലം നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ടെസ്റ്റുള്ള ഇല്ലസ്ട്രേഷനും മറ്റ് ഇല്ലസ്ട്രേഷനും എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും പ്രോബ്ലമൊക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ പറഞ്ഞ 4 ക്ലാസ്സോട് കൂടി ഇപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം ഓക്കെ, ബൈ.